ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അവിടെ കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിന്റെ നിക്കാഹിന്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ ഞാൻ കാരണം നമ്മുടെ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജാസീനെ അറിയാത്ത ആരും ഇല്ലല്ലോ, നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പുള്ളിക്കാരൻ. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ജാസിയെ നല്ല പോലെ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജാസി പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. പിന്നെ കമന്റ്സിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കല്യാണ വിഷയം ഇത് കുറെ മുമ്പ് പറഞ്ഞ കാര്യം. അപ്പൊ ആ സമയത്ത് അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞുവൻ അങ്ങനെയുള്ള കുറെ. ഓക്കെ, എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ജാസിയോട് അവതാരകയും ചോദിച്ചിരിക്കുന്നത്. പെണ്ണിന്റെ മനസ്സാണ് തനിക്ക് എന്ന് ജാസിക്ക് ചെറുപ്പം മുതലേ അറിയായിരുന്നു. പെണ്ണുങ്ങളോടല്ല ആണുങ്ങളോടാണ് തനിക്ക് അട്രാക്ഷൻ തോന്നാറുള്ളത് ജാസിക്ക് അത് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് കല്യാണത്തിന് സമ്മതിച്ചു? വെറുതെ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർക്കണമായിരുന്നു? ഈ ഒരു ചോദ്യത്തിന് ജാസി എന്താണ് ആ അവതാരകയോട് മറുപടി പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. പെണ്ണിന്റെ ജീവിതം കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആ കുട്ടിനെ നിക്കാതെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി +1 +2 പഠിക്കായിരുന്നു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഡിപ്ലോമ കോഴ്സ് ചെയ്തു. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം പേയ്മെന്റ് കൊടുക്കണമല്ലോ അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നത്. പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു. അതായത് ഞങ്ങൾ കൊടുത്ത മെഹർ കൊടുത്ത അതൊന്നും ഞങ്ങൾ തിരിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ കൊടുത്തു. കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാൽ അത് ബെറ്റർ ആയിക്കോളും എന്ന് വിചാരിച്ചു. ഉമ്മ പറഞ്ഞ അതൊന്നും വാങ്ങണ്ട, ഒക്കെ അവൾക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു പെണ്ണോട് ജീവിതം നശിപ്പിച്ചു എന്ന് തോന്നാറില്ല. സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ കോണ്ടാക്ട് ഇല്ല. ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം. അതിപ്പോ സെറ്റിൽ ആയോ കല്യാണം? അവള് ഇപ്പോ ഓൾറെഡി വിദേശത്തേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്കറിയില്ല, ഞാൻ ചോദിക്കാറൊന്നുമില്ലല്ലോ. എനിക്കറിയില്ല, ഓക്കെ, ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടില്ല എന്നാണ് തനിക്ക് തോന്നുന്നതാണ് ജാസി പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയാണോ? ഒരിക്കലും അല്ല. പുള്ളിക്കാരിയെ പഠിപ്പിച്ചു, സ്വർണവും പണവും ഒക്കെ തിരിച്ചു കൊടുത്തു. അതൊന്നും ഒരു ന്യായീകരണമായിട്ട് പറയാൻ കഴിയില്ല. അവളുടെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങളാണ് നഷ്ടപ്പെട്ടത്. ജാസിയാണ് അതിന് കാരണക്കാരനെന്നും മറക്കരുത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ജാസിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, അതിലേക്ക് വരാം. എന്തായാലും അവതാരിക സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്, അதையும் കൂടെ ഒന്ന് കണ്ടുനോക്കാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇപ്പൊ വീട്ടുകാർ കല്യാണം നിശ്ചയിക്കുന്നു, പെണ്ണ് കാണാൻ അങ്ങനെയുള്ള കുറെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. ഈ സമയങ്ങളിലൊന്നും എനിക്ക് ഈ കല്യാണം വേണ്ട, എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അവിടെ കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിന്റെ നിക്കാഹിന്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷൻ. കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആളുകളെ പോലെ അഭിനയിക്കണമല്ലോ. ഉള്ളിൽ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണല്ലോ ആളുടെ മുമ്പിൽ. അപ്പൊ ഞാൻ അതിന് ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ആളുകൾ അവിടെ ഞാൻ പറയും, എടുക്കുന്ന പോസൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കണേ. ആൽബം വരുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വേറിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര എന്റെ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് പറഞ്ഞ ജീവിതത്തിൽ. അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ. എന്റെ കല്യാണം ഓൾറെഡി ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പാന്റെ ഒരു നിർബന്ധം ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, ഒരു പെണ്ണ് കല്യാണം കഴിച്ചാലും കല്യാണം കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത്. ജാസി ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ജാസിയുടെ വീട്ടുകാർ ഈ കല്യാണത്തിന് ജാസിയെ കൊണ്ട് സമ്മതിപ്പിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീത്വത്തിന്റെ ആ ഒരു ശ്രൈണതയും അതുപോലെ തന്നെ ആ ഒരു നടപ്പും ആ ഒരു സംസാരവും ആ ഒരു മൈൻഡും അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളുമെന്ന് വീട്ടുകാരെല്ലാരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു കാര്യത്തിലേക്ക് പുറപ്പെട്ടത് അങ്ങനെയാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങുക എന്നല്ലാതെ ജാസിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസിയെ കുറ്റപ്പെടുത്താം, ജാസിക്ക് കല്യാണത്തിന് സമ്മതിക്കാതിരുന്നാ പോരെ എന്നൊക്കെ പറയാം. എല്ലാം അറിഞ്ഞിട്ടും ഒരു പെണ്ണിനെ ചതിക്കാൻ കൂട്ടുനിന്ന് എന്തിനായിരുന്നു എന്ന് വരെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നവരിലും ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല. ശരിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങളിലെല്ലാം ഒരുപാട് ശരിയുമുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിന് എന്തൊക്കെ കാരണം പറഞ്ഞാലും അതൊരു ന്യായീകരണം ആവില്ലല്ലോ. എന്തായാലും
എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാസിയെയും ഞാൻ ഇവിടെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ പ്രായത്തിലെ ചെറുപ്പക്കാരുടെ മനോനില കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം ഇൻവോൾവ്മെന്റ്. ഇങ്ങനെയൊക്കെ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകളൊക്കെ ജാസി ചിലപ്പോൾ വിശ്വസിച്ച് കാണും. ഇതെല്ലാം ചിലപ്പോൾ കല്യാണം കഴിയുമ്പോൾ മാറുമായിരിക്കും എന്ന് വിശ്വസിച്ചത് കൊണ്ടായിരിക്കും ഇതിനിറങ്ങി പുറപ്പെട്ടത്. അങ്ങനെയെങ്കിൽ എല്ലാം ശരിയാവട്ടെ എന്ന് ജാസി ചിന്തിച്ചു കാണും. വളരെ ചെറുപ്പത്തിലെ തൊട്ടുള്ള ആ ഒരു പരിഹാസങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഒരു അവസാനം ഉണ്ടാവട്ടെ എന്ന് പുള്ളിക്കാരെ വിചാരിച്ചു കാണും. പക്ഷെ ഒന്നും നടന്നില്ല. 1 മാസം കൊണ്ട് തന്നെ ആ ബന്ധം തകർന്നുപോയി. അതിനെ കുറിച്ചും ജാസി പറയുന്നുണ്ട്, അത് കേട്ടു നോക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ ഞാൻ കാരണം നമ്മൾ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി, കല്യാണം എൻ്റെ വീട്ടിലേക്ക്, കാരണം ആ കുട്ടീനെ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിയോട് എങ്ങനെ ഈ കാര്യം അവതരിപ്പിച്ചത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഇങ്ങനെ, പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ തോന്നൽ മാത്രമാണേ. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോ അവള് ഓക്കെ ആയിരുന്നു. അങ്ങനെ മ്യൂച്വൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡിൽ പോവുക ചെയ്തത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടുകാരെല്ലാം പറഞ്ഞ് നിർബന്ധിച്ച് കല്യാണം കഴിഞ്ഞാൽ നിന്റെ സ്വഭാവമൊക്കെ മാറും, എല്ലാം ശരിയാകും എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഈ ഇപ്പൊ ഞാൻ ഈ ജാസിയുടെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങൾ ഇപ്പൊ ഈ വെള്ളവടി, കഞ്ചാവടി, ചിലപ്പോ തല്ല് അടിയിടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുക, വൃത്തികെട്ട കൂട്ടുകെട്ടുകൾ, എല്ലാ ഇതുള്ള ആമ്പിള്ളേരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞാൽ അവൻ നന്നായിക്കോളും, കല്യാണം കഴിച്ചു വിടാം, അപ്പൊ ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇത് തന്നെയാണ്. അതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. എല്ലാവരുടെയും ഒരു ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞാൽ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കെട്ടിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാമ്പത്തിക ബാധ്യത ചെറുക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടിക്കുക എന്നുള്ളതാണ്. അതാവുമ്പോ കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് ബാധ്യത തീർക്കാലോ. അതുപോലെ തന്നെയാണ് ഈ LGBTQ പെട്ട ആളുകളുടെ അവസ്ഥ. എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ പിടിച്ചു കെട്ടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ബന്ധം അടിച്ചു പിരിയും. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, ഈ സ്വന്തം ഒരു സെക്സിനോട് പിന്നെ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഇപ്പം ലെസ്ബിയൻ ആണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗേ ആണെങ്കിൽ ആ ഒരു മൈൻഡുള്ള ആളെ വേറെ ഒരു പുള്ളിക്കാരനെ കൊണ്ട്, ഇപ്പം ലെസ്ബിയൻ ആണെന്നുണ്ടെങ്കിൽ വേറൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാരണത്തിൽ അത് അടിച്ചു പിരിഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നേരെ തിരിച്ചു. ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ സമൂഹം ഇതിനി എന്നാണ് മനസ്സിലാക്കുകയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ ഇനിയുള്ള കാലഘട്ടമെങ്കിലും നല്ല രീതിയിലായാൽ കൊള്ളാം. എന്നാലും ബാക്കിയും കൂടെ കേട്ടോക്കാം. കുറച്ചും കൂടി പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുകയാണ്, വിത്ത് യുവർ പെർമിഷൻ. കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്, അതായത് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചതാണ്, കുട്ടി ഉണ്ട് എന്ന് ചിലടത്ത് ഞാൻ കണ്ടു, ചിലടത്ത് കുട്ടി ഇല്ല, കുട്ടി ഉണ്ടെന്നൊക്കെ ഞാൻ. കുട്ടി ഉണ്ടായാലും ഒരിക്കലും ഞാൻ ഈ ലൈഫിലേക്ക് മാറത്തില്ല, അത് വേറെ കാര്യം. ഇനി കുട്ടിയാവാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ കുട്ടിയും ക്വിറ്റ് ചെയ്തത്. നേരെ പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ ബന്ധമുണ്ട്, ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു സ്ത്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഞാൻ മുന്നോട്ട് വരത്തില്ല. അങ്ങനെ വരുന്നോട് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുട്ടി കൈ കഴിഞ്ഞാൽ കുട്ടികളെ സ്നേഹിച്ച് അവരൊക്കെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ ഞങ്ങൾ ആകെ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. ആ ഒരു മാസം കൊണ്ട് ഇപ്പോൾ കുട്ടി ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് 10 ദിവസം 15 ദിവസം ഞാൻ തിരിച്ച് UAE തന്നെ പോകുന്നു. കല്യാണം കഴിയുന്നത് ശരിയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഡിവോഴ്സ് ചെയ്തു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ ഇത്രയധികം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും വേറെ ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടോ, മനുഷ്യരുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് എന്റെ ഉത്തരം. ആരെങ്കിലും സ്വന്തം ജീവിതം ഇങ്ങനെ തെരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ ആവാൻ വേണ്ടി മനഃപൂർവ്വം കാണിച്ചു കൂട്ടാറുണ്ടോ? ഒരിക്കലുമില്ല. അവർക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് അവര് പിന്നെ അങ്ങനെ ആയി പോകുന്നത്. ശരിക്കും അവരെ മോശപ്പെടുത്തുകയും അഥവാ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അവരെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക, അവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. അത് അത്യാവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ പലർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. അതിനെ പൂർണ്ണമായിട്ടും ഞാൻ മാനിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കാൻ ഇന്നും പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ഇത്രയധികം അകറ്റി നിർത്തിയിട്ടും ഈ സമൂഹത്തിൽ അവർ സർവൈവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.